ഹലോ ഡിയർ ടീച്ചേഴ്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സയൻറ്റിയ. നമുക്കെല്ലാവർക്കും അറിയാം, HSA ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. 2025 ഒക്ടോബർ നവംബറോടുകൂടി എക്സാം ഉണ്ടാകും. അപ്പോൾ പല HSA ഇപ്പം പല ടീച്ചേഴ്സ് ആയിരിക്കും BEd ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇരിക്കുന്നവരുണ്ടാവും, പലരും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലിരുന്ന് സ്വയം മറ്റ് ക്ലാസ്സുകളൊന്നുമില്ലാതെ സ്വയം സെൽഫ് സ്റ്റഡി നടത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ക്ലാസ്സുകൾ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം നമുക്കറിയാം 2 പാർട്ടുണ്ട്, എ പാർട്ടും ബി പാർട്ടും. എ പാർട്ടിൽ നമുക്കറിയാം അതിൽ GK, ജനറൽ നോളജ്, അതായത് പിന്നെ കറണ്ട് അഫയേഴ്സ്, മെത്തഡോളജി, റിനൈസൻസ്, ഫ്രീഡം മൂവ്മെൻ്റൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പാർട്ട് ബി എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. പാർട്ട് ബിയിൽ നമുക്കറിയാം 8 മൊഡ്യൂളുകളാണ്. അതിലൊന്നാമത്തെ മൊഡ്യൂളാണ് പോയട്രി. അപ്പോൾ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് HSA ഇംഗ്ലീഷ് റാങ്ക് ഫയൽ, അതായത് 113 പബ്ലിക്കേഷൻസിൻ്റെ ആ ഒരു ബുക്കിൽ നിന്നാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ബുക്കാണ്. അപ്പോൾ പാർട്ട് ബിയിൽ ഒന്നാമത്തെയാണ് ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121. നമുക്ക് തുടങ്ങാം. നമുക്കറിയാം ഷേക്സ്പിയറിൻ്റെ സോണറ്റ് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഏകദേശം ഒരു 154 സോണറ്റോളം ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. അതിൽ 1 മുതൽ 126 വരെയുള്ളത് ഒരു സോണറ്റായിട്ടാണ്. അതിൽ 121 ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അത് അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഫെയർ യൂത്തിനെയാണ്. അപ്പോൾ 121 അഡ്രസ്സസ് എന്ന് ചോദിച്ചാൽ ഫെയർ യൂത്തിനെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഓരോ ലൈൻസ് ഞാൻ വായിക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വായിക്കുക. ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല കേട്ടോ. ഓക്കെ. It is better to be vile than vile esteemed, when not to be receives reproach of being, and the just pleasure loss which is so deemed, not by our feeling, but by others seeing. For why should others' fault adulterate eyes? Gives salutation to my sportive blood, or on my frailties why are failures spies, which in their wills count bad what I think good. No, I am that I am, and they that level at my abuses reckon upon their own. I may be stray, though they themselves be beware. By their rank thoughts my deeds must not be shown, unless this general evil maintain all men are bad in their badness free. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്, ഇതിൽ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെ ചോദിക്കാം എക്സാമിന്. ഈ ലൈൻ തന്നിട്ട് ഇത് ഏതിലാണെന്ന്. അപ്പോൾ സോണറ്റ് 121. അപ്പോൾ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ ദാൻ വൈൽ എസ്റ്റീം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 121 സോണറ്റ്. അത് എൻഡ് ചെയ്യുന്നത് എന്താണ്? ഓൾ മെൻ ആർ ബാഡ് ഇൻ ദിയർ ബാഡ്നെസ് റേറ്റ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൽ മെയിൻ ജനറലായിട്ട് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സോണറ്റ്സ് ഇസ് അബൌട്ട് ബീയിങ് ട്രൂ ടു വൺ സെൽഫ് അല്ലേ. നമ്മൾ സ്വയം നമ്മളാൽ സത്യസന്ധരാവുക. അഡ്മയറിങ് മിസ്റ്റേക്സ് ആൻഡ് കറപ്ഷൻ, നമുക്കുള്ള മിസ്റ്റേക്സുകൾ അത് നമ്മൾ അഡ്മയർ ചെയ്യുക. ആൻഡ് ഹിയർ ദ പോയിന്റ്, Shakespeare knows he's made mistake, but he refuses to be judged by the sinful corrupt men around him. അതായത് അദ്ദേഹം സമൂഹത്തിനോട് പറയാണ്, ഞാൻ നല്ലവനൊന്നുമല്ല, പക്ഷേ എന്നേക്കാൾ ദുഷ്ടന്മാരായ, എന്നേക്കാൾ പാപികളായിട്ടുള്ളവരെ എന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അതായത് മെയിനായിട്ട് ഇതിൽ സമൂഹത്തിൽ ആരും തന്നെ നല്ലവരല്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റുള്ളവർ അത് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, എന്നെ ജഡ്ജ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. സമൂഹത്തിൽ ഒരുപാട് കറപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ സിൻഫുള്ളായിട്ടുള്ള ആളുകളുണ്ട്, അവരെ എന്നെ വിധിക്കാൻ ആര് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിൽ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാം ബേസ്ഡ് ചോദിക്കുന്ന. അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതിൽ
ഈ ഒരു നമുക്കറിയാം സോണറ്റ് എന്ന് പറയുമ്പോൾ ഒരു 14 ലൈൻസ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഇതിൻ്റെ റൈം സ്കീമൊക്കെ ചോദിക്കാം. റൈം സ്കീം നമുക്കറിയാം ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ റൈം സ്കീം അത് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എന്താണ്? എ ബി സി ഡി ഇ എഫ് ജി ജി. ഇനി നമുക്കിതിൽ MCQ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് എഴുതിയെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒന്നാമത്തെ MCQ ക്വസ്റ്റ്യൻ ആണ്. ഹി വാസ് ദ മാൻ ഹു ഓഫ് ഓൾ മോഡേൺ ആൻഡ് പെർഹാപ്സ് ഏൻഷ്യൻ പോയറ്റ്സ് had the largest and most comprehensive soul who commented about Shakespeare thus. ഇത് ആരാണ് കമൻറ്റ് ചെയ്തതെന്നാണ് ഉത്തരം. ജോൺ ഡ്രൈഡൻ. ആൻസർ ലാസ്റ്റ് തരും. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാമെങ്കിൽ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ ആൻസർക്ക് തരാം. അപ്പോൾ ജോൺ ഡ്രൈഡൻ ആണ്. Dante and Shakespeare divide the modern world between them. There is no third. Whose opinion is that? T.S. Eliotൻ്റെ ആണ് കേട്ടോ. റൈം സ്കീം ഫോളോഡ് ഇൻ ഷേക്സ്പീരിയൻ സോൺ. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു നോക്കുക. എ ബി സി ഡി ഇ എഫ് ജി ജി എന്നാണ്. ദെൻ ഈച്ച് ലൈൻ ഇൻ ഷേക്സ്പീരിയൻ സോണറ്റ് കണ്ടെയ്ൻ ഹൗ മെനി സിലബിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ലൈനിലും നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം 10 സിലബിൾസ് ആണ്. ആൻഡ് മെട്രിക് പാറ്റേൺ യൂസ്ഡ് ബൈ ഷേക്സ്പിയർ ഇൻ ഹിസ് സോണറ്റ്. ഇതിൻ്റെ മെട്രിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അയാംബിക് പെൻറ്റാമീറ്റർ ആണ് കേട്ടോ. അയാംബിക് പെൻറ്റാമീറ്റർ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽഡ് എസ്റ്റീം. വിച്ച് പോയം ബിഗിൻസ്? ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഏതാണ്? സോണറ്റ് 121. ദെൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആനി ഹത്തവേ അല്ലേ. അപ്പോൾ ആ ആനി ഹത്തവേ എന്ന ടൈറ്റിലുള്ള പോയം എഴുതിയത് വാസ് റിട്ടൺ ബൈ ആരാണ്? കരോൾ ആൻഡഫി ആണ് കേട്ടോ ഇത് എഴുതിയത്. And it is better to be evil than evil esteem. Here the word evil എന്ന് പറയുന്നത് immoral ആണ്. Then who called William Shakespeare an upstart crow? Upstart crow എന്ന് വിളിച്ചത് ആരാണ്? റോബർട്ട് ഗ്രീനിയാണ്. Then Shakespeare dedicated how many sonnets to the fair youth? Fair youth 126. 1 to 126 ആണ് അഡ്രസ്സ് ചെയ്യുന്ന ഫെയർ യൂത്ത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്.